വിശ്വാസമില്ലാത്ത ശത്രുവുമായി ചർച്ചയ്ക്ക് പോകുന്ന സമയത്ത് ആയുധം കയ്യിൽ കരുതണമെന്ന ഇറാൻ്റെ പ്രസ്താവന അന്വർത്ഥമാവുന്ന രീതിയിലാണ് ഹോർമൂസിലടക്കമുള്ള കാര്യങ്ങളുടെ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, അതിരൂക്ഷമായിട്ടുള്ള ആക്രമണമാണ് രണ്ട് ഭാഗത്തു നിന്നും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ ഏകദേശം 140ഓളം സ്ഥലങ്ങൾക്ക് നേരെ ഈ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള അറ്റാക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത്. ജോർദാനിലും അതേപോലെ തന്നെ കുവൈത്ത് അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേലെ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായിട്ടുള്ള ഡ്രോൺ ആക്രമണം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ MOU നിലവിൽ വരുന്നതിന് മുന്നേ എന്തായിരുന്നോ സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇത് ഓൾറെഡി ഇറാൻ ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് വിശ്വാസമില്ലാത്ത ശത്രുവുമായിട്ട് ചർച്ചയ്ക്ക് പോകുന്ന സമയത്ത് ആയുധം കരുതണം എന്നാണ് പറഞ്ഞത്. കാരണം മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഞാനതിനെ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയില്ല, മെമ്മോറാണ്ടം ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് പറയുക. അപ്പോൾ ആ സാധനം ഉണ്ടാക്കി വെക്കുന്നത് തന്നെ അമേരിക്കയ്ക്ക് ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് JD വാൻസ് ഇതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലുള്ള പല രാജ്യങ്ങളുടെയും എണ്ണ സംഭരണി ഇല്ലാണ്ടായി കൊണ്ടിരിക്കുകയാണ്, ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഫില്ല് ചെയ്യണം, ലോകത്തിലുള്ള എണ്ണ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് തൽക്കാലം ഒരു വെടിനിർത്തലും കുറച്ച് കപ്പലുകൾ അവിടെ നിന്ന് പോകാൻ കൂടെ വേണം. അത് പോയപ്പോൾ അടുത്ത പണി പിന്നീന്ന് കൊടുത്തു. അതായത് ഈ പറയുന്ന ഒമാൻ്റെ ഭാഗത്തു കൂടെ ചേർന്നിട്ട് പുതിയൊരു കപ്പൽപാത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഇത് ഇറാൻ ഒരു കാരണവശാലും അംഗീകരിക്കില്ല, MOUൻ്റെ കൃത്യമായ ലംഘനമാണെന്ന് ഇറാൻ പറയും കൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇറാൻ്റെ അനുമതിയോട് കൂടെ, പ്രത്യേക പെർമിഷനോട് കൂടി മാത്രമേ ഈ ഹോർമൂസിലൂടെ ഏത് കപ്പലും പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇറാൻ പറയുന്ന കാര്യം. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കയുടെ അപ്രമാദിത്യം അവിടെ നിന്ന് ഇല്ലാണ്ടാക്കുക, ഇറാൻ്റെ മേലെ മറ്റൊരു അറ്റാക്കിന് ഇനി അമേരിക്ക വരാതിരിക്കുക, അല്ലെങ്കിൽ അത്തരം അറ്റാക്കുമായിട്ട് വരുന്ന സമയത്ത് അമേരിക്കയെ കൊണ്ട് 2 പ്രാവശ്യം ചിന്തിപ്പിക്കുക എന്നുള്ള, പണിയെടുക്കുക എന്നുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇറാൻ അത് ചെയ്യുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ലോകത്തിലെ എണ്ണയുടെ 20% ഒഴുകുന്ന ഒരു പാത അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ശത്രുക്കളായിട്ടുള്ള ഇറാൻ്റെ കയ്യിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇസ്രായേലിനും അമേരിക്കയ്ക്കും അത് എന്താവത്തില്ല, അത് സമ്മതമായിരിക്കില്ല. അപ്പം താൽക്കാലികമായിട്ടുള്ള ലാഭത്തിന് വേണ്ടിയിട്ട് ഒരു MOU ഉണ്ടാക്കി, ആ താൽക്കാലികമായിട്ടുള്ള ലാഭം കിട്ടി MOU പൊളിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ വരുന്ന വാർത്ത എന്ന് പറയുന്നത്, US സൈനിക താവളങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തി ഇറാൻ എന്നുള്ളതാണ്. അതായത് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായിട്ടുള്ള പ്രത്യാക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ട്. അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയിരിക്കുന്നത് കുവൈത്തിന് നേരെയാണ്. കുവൈത്തിലെ US പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ താവളങ്ങൾ, ബങ്കറുകൾ, സുരക്ഷാ ഷെൽട്ടറുകൾ എന്നിവകൾക്ക് നേരെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഉണ്ടായേക്കുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ പറയുന്ന അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇറാനിൽ ബദർ അബ്ബാസ്, സിറിക്ക്, ജാക്സ് എന്നീ നഗരങ്ങളും കഷം ദ്വീപ് പോലുള്ള സ്ഥലങ്ങൾക്ക് നേരെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായിട്ടുള്ള ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചടികളും തുടങ്ങിയിട്ടുണ്ട്. ജോർഡാനിന് നേരെയും യഥാർത്ഥത്തിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതായത് MQ-9 റീപ്പർ ഡ്രോണുകൾ നിർത്തിയിട്ടിട്ടുള്ള അതിൻ്റെ ഹാങ്ങറുകൾക്ക് നേരെ പോലും ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു അൺബാലൻസ്ഡ് സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇതിന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള 30-35% വരുന്ന ആയുധങ്ങൾ റീഫിൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം $80 ബില്യൺ അമേരിക്കൻ സെനറ്റിനോട് ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിനോട് ഇങ്ങനെ കൈ നീട്ടിയിട്ട് കുറച്ച് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ പൊട്ടിച്ച് കളയാനുള്ള അടുത്ത പരിപാടിയിലോട്ടാണ് ട്രംപ് അണ്ണൻ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ചില്ലറ ഇറങ്ങലായിരിക്കത്തില്ല. കാരണം ഇറാൻ ഈ കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്, മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ആ റീജിയനിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ വളർത്തു മൃഗങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വളർത്തുന്ന ആൾക്കാരുണ്ടല്ലോ ഇസ്രായേൽ, ഇവർ ഇതിനെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് മുന്നേ ഇറാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കാരണം ഈ MOUൻ്റെ ഭാഗമായിട്ടുള്ളതായിരുന്നു ഈ ലെബനോൻ നേരെയുള്ള അറ്റാക്ക് നിർത്തുക എന്നുള്ളത്. അത് നിർത്തിയിട്ടില്ല.
അപ്പോൾ ഓൾറെഡി അത് അവിടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഇതിനെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു കാര്യങ്ങൾ ഏകദേശം. അപ്പോൾ ഇതിങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ള കാര്യത്തിലും ഇറാൻ ആക്ച്വലി ആൻറ്റിസിപ്പേറ്റഡ് ആയിരുന്നു എന്നുള്ളതാണ്. അത് സംഭവിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലുള്ള ഈ പറയുന്ന അമേരിക്കയ്ക്ക് താവളം ഒരുക്കി കൊടുത്തിട്ടുള്ള രാജ്യങ്ങൾക്ക് നേരെ തിരിച്ചടി ഇറാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇതുവരെ സൗദി അറേബ്യക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടില്ല. സൗദി അറേബ്യക്ക് നേരെ ഇനി ആക്രമണം നടത്താനുള്ള സാധ്യതയും കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആയത്തുള്ള അലി ഖമേനി മരിച്ചപ്പോൾ ആ മരണാനന്തര ചടങ്ങിലേക്ക് സൗദിയിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതും കൂടെ നമ്മൾ കാണണം. മാത്രമല്ല ഒരു കരാറിലേക്ക് യഥാർത്ഥത്തിൽ ഈ സൗദി അറേബ്യയും ഇറാനും കൂടെ നീങ്ങുന്നു എന്നുള്ള വസ്തുതയും കൂടെ കാണണം എന്നുള്ളതാണ്. അപ്പോൾ അവരവിടെ കുറച്ചും കൂടി ഡിപ്ലോമാറ്റിക് ആയിട്ട് കളിക്കുന്നുണ്ട്. അതായത് ഈ പ്രൊജക്ട് ഫ്രീഡം എന്ന് പറയുന്ന അതിൻ്റെ ഭാഗമായിട്ട് അന്ന് സൗദി അറേബ്യ ഒരിക്കലും ഈ അമേരിക്കയ്ക്ക് താവളങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ പാകിസ്ഥാനാണെന്ന് തോന്നുന്നു ഇവരുടെ സെക്യൂരിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് സൗദി അറേബ്യയുടെ കാര്യങ്ങൾ മാറിയപ്പോൾ ഇറാൻ്റെ ആക്രമണം സൗദിക്ക് നേരെ ഇല്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുവൈത്തിന് നേരെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ ഇതിന് മുന്നേ വന്നിട്ടുള്ളൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. ആ പ്രസ്താവനയിൽ ഇറാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ചില രാജ്യങ്ങൾ സൗദി അറേബ്യക്ക് താവളങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് പകരം ആ രാജ്യം തന്നെ സൗദി അറേബ്യയുടെ താവളമായി മാറി എന്നുള്ള ഒരു ആരോപണം യഥാർത്ഥത്തിൽ ഇറാൻ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ കുവൈത്ത്, ബഹ്റൈൻ പോലെയുള്ള രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യങ്ങൾ തന്നെ യഥാർത്ഥത്തിൽ US ബേസ് ആണെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ ഇവർക്ക് നേരെ ശക്തമായിട്ടുള്ള ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മുന്നേ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറിപ്പോകുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആക്റ്റീവായിട്ടുള്ള വാറിലേക്ക് കാര്യങ്ങൾ തുടങ്ങുന്നു, അല്ലെങ്കിൽ എത്തി എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഏകദേശം $4 ഈ പറയുന്ന ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിയിട്ടുണ്ട്. ഇറാൻ ഇത് മുന്നേ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ 200 എത്തിക്കോ, എന്തായിരിക്കും ഇനി ഇതിൻ്റെ ഇടയിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതും കൂടിയാണ് ഇനിയിപ്പോൾ നോക്കിക്കാണേണ്ടത് എന്നുള്ളതാണ്.